നമസ്കാരം. ഇന്ന് മാനസിക ആരോഗ്യവും അയാളുടെ ചിന്തനവുമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനസ്സന്തോഷമില്ലാതെ ഒരു ദിവസം തുടങ്ങാൻ പറ്റില്ല. അത് ഏതൊരു കാര്യത്തിനാണെങ്കിലും അയാളുടെ മനസ്സ് സന്തോഷത്തോടുകൂടി ഒരു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയിക്കും. കാരണം എന്താ? അയാളുടെ മനസ്സ് എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ആത്മാവിന് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം ലഭിക്കുന്ന തരത്തിൽ ഒരു വാക്കായാലും അല്ലെങ്കിൽ ഒരു കാഴ്ചയായാലും അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അന്നത്തെ ദിവസം വളരെ സന്തോഷവാനായി. അപ്പോൾ ഒരു മനുഷ്യൻ നിത്യവും സന്തോഷത്തോടുകൂടി പോവുകയാണെങ്കിൽ അയാളുടെ ആരോഗ്യത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ, അയാളൊരു രോഗമില്ലാതെ, അയാളൊരു അസുഖക്കാരനല്ലാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യോഗകളിലൊക്കെ ഈ ചിരി എന്ന് പറഞ്ഞ വസ്തു സന്തോഷമാണ്. അപ്പോൾ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയായാലും ആ ആത്മാവിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ എല്ലാ ദിവസങ്ങളിലെയും ദിനചര്യകളിൽ അവൻ സന്തോഷവാനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടാവില്ല, അവന് രോഗങ്ങളുണ്ടാവില്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് മരുന്നുകളെ ആശ്രയിക്കുകയാണ്. പണ്ടുള്ളവർ മരുന്നുകൾ കുറഞ്ഞു അധ്വാനിച്ച് നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അധ്വാനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ദുർമേധസ്സുകളെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ദുർമേധസ്സുകൾ പുറത്തു തള്ളുമ്പോൾ തൻ്റെ ശരീരത്തുണ്ടായിരിക്കുന്ന അഴുക്കുകൾ കളയുന്ന പോലെ തന്നെയാണ് അതിൻ്റെ മനസ്സിൻ്റെ അഴുക്കുകൾ കളയുക. അതിൽ ആ മനസ്സിൻ്റെ അഴുക്കുകൾ അല്ലെങ്കിൽ ആ ദുരിതങ്ങളൊക്കെ മാറ്റി അതിൽ സന്തോഷവാനാകണമെങ്കിൽ അയാൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കണം, അതിൽ ജലപാനം കഴിക്കണം, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അയാളുടെ കുടുംബത്തിൽ അയാൾക്ക് സന്തോഷം കിട്ടുന്ന തരത്തിൽ ഒരു ദിവസം തുടങ്ങിയാൽ അയാളുടെ കുടുംബമെല്ലാം നന്നായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അരോചകരമാകുന്ന സംഭാഷണങ്ങളോ കേൾവികളോ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അന്ന് ആ ദിവസം ആ മനുഷ്യൻ്റെ മനസ്സേ പോകും. പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ വളരെ ദുരിതകാരകനായിട്ട് നടക്കുകയും വിഭ്രാന്തിയിലേക്ക് പിന്നെ പതുക്കെ പതുക്കെ പോവുകയും ചെയ്യും. ഈ വിഭ്രാന്തിയിലേക്കൊന്നും പോകാതിരിക്കാൻ അയാൾ പൂജാകാര്യങ്ങളിലും അതുപോലെ സന്തോഷകരമുണ്ടാകുന്ന കലാപരിപാടികളിലൊക്കെ അയാൾ ശ്രദ്ധിച്ച് അതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് അയാളുടെ മനസ്സിനെ ശാന്തമാക്കുകയാണെങ്കിൽ ഇന്നും എന്നും അയാൾക്ക് മരണം വരെയും ആരോഗ്യത്തോട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ആരോഗ്യം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അയാളുടെ ശാരീരികവുമായിട്ടും മാനസികവുമായിട്ടും അയാൾക്ക് സന്തോഷം കൊടുത്താൽ അല്ലെങ്കിൽ സന്തോഷം കിട്ടിയാൽ അയാൾ എന്നും വളരെ ആരോഗ്യപരമായിട്ടും വളരെ സന്തോഷവാനുമായിട്ടും മാനസിക സംഘർഷങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കും. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ വഴക്കുകളൊക്കെ ഉണ്ടാകും. വഴക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ആ വഴക്കിനെ മാറ്റിവെച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ കുടുംബം വളരെ സന്തോഷകരമായിട്ട് പോകും. ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു മോശകരമാകുന്ന ഒരു അന്തരീക്ഷമാണ് ആ ഗൃഹനാഥനോ അല്ലെങ്കിൽ ആ ഗൃഹനാഥയ്ക്കോ ഉണ്ടെങ്കിൽ ആ കുടുംബം അവിടെ ചെകുത്താൻ ബാധിച്ച അല്ലെങ്കിൽ നീചത്വം ബാധിച്ച ഒരവസ്ഥയായി പോകും. അപ്പോൾ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് അവിടെ നീചത്വം വന്നു കഴിഞ്ഞാൽ ആ മൂദേവി കർമ്മയോഗങ്ങളെല്ലാം ആരംഭിക്കും. അവിടെയാണ് ഒരു കുടുംബം നശിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഗൃഹനാഥനും ഗൃഹനാഥയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും നന്നാക്കി കൊണ്ടുവരാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെ പുലകാലം എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എല്ലാം കഴിഞ്ഞ ശേഷം ഒരു 10 മണി കഴിഞ്ഞാൽ ഉടൻ വഴക്കടിക്കുക, ബഹളമുണ്ടാക്കുക, ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോയാൽ ആ വിളക്ക് കത്തിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല, പ്രശ്നങ്ങളുണ്ടാവണം. പക്ഷേ ആ പ്രശ്നങ്ങളെ നമ്മൾ അപ്പോൾ തന്നെ ലഘൂകരിച്ച് കളയുക, പിന്നെ ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഇത് പല ഘട്ടങ്ങളിലൂടെ കടന്ന് എന്നും ഒരേ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്തും ബഹളമുണ്ടാക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക. അതെല്ലാം മാറ്റിവെച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. നിങ്ങളുടെ മനസ്സ് സന്തോഷിച്ചിരുന്നാൽ നിങ്ങൾക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ട് പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.